ദൈവനാമം വാഴ്ത്തപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപയാൽ ദൈവശാസ്ത്രം എന്ന വിഷയത്തിൻ്റെ 6ാമത്തെ സെക്ഷനിൽ പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുനാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിനും സഹകരണത്തിനും പ്രാർത്ഥനയുടെ പിൻബലത്തിനുമായി ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ദൈവത്തിൻ്റെ പേരുകൾ, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അല്പാൽപമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സെക്ഷനിലൂടെ എല്ലാം തന്നെ ദൈവാത്മാവ് നമ്മോട് പല ദിനങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മളിന്ന് ചില പദങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ കഴിഞ്ഞ സെക്ഷനിൽ ഓർമ്മിച്ച പോലെ എബ്രായ ഭാഷയിൽ ഏൽ, എലീം, എലോഹീം, എലോഹ് എന്നീ പദങ്ങളാണ് പ്രധാനമായി ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടി എബ്രായ ഭാഷയിൽ ദൈവം എന്ന പദത്തിന് പകരമായിട്ട് ഉപയോഗിച്ച പദങ്ങൾ എന്തൊക്കെയാണ്? ഏൽ, എലീം, എലോഹീം, എലോഹ് എന്ന പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിൽ തെയോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലാറ്റിൻ ഭാഷയിൽ ഡെയൂസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ നമുക്കറിയാം ഗോഡ് എന്ന പദമാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മേൽ പറഞ്ഞ പദങ്ങളുടെ അർത്ഥവ്യാപ്തി പൂർണ്ണമായിട്ടും പണ്ഡിതന്മാർക്ക് നിർവചിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം തന്നെ ദൈവത്തിൻ്റെ ശക്തിയെയും അധികാരത്തെയും ആ പദങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മൂലഭാഷയെക്കുറിച്ച് ചില പദങ്ങളെ പഠിച്ചതിൻ്റെ പേരിൽ മാത്രം അതിൽ നിന്നൊരു പൂർണ്ണമായൊരു വെളിപ്പാട് നമുക്ക് ലഭിക്കുകയില്ല. അതേസമയം അവൻ്റെ അധികാരത്തെക്കുറിച്ച്, ശക്തിയെക്കുറിച്ചൊക്കെ നമുക്ക് ചില രീതിയിലൊക്കെ ബോധ്യമാക്കുവാൻ അത് കാരണമായിത്തീരുകയും ചെയ്യും. ഓക്കെ, ഏൽ എലിയോൺ എന്നൊരു പദത്തിന് ഉന്നതനായ ദൈവം എന്ന അർത്ഥം. ഏൽ എലിയോൺ, ഉന്നതനായ ദൈവം. അപ്പോൾ നമ്മുടെ ദൈവം ആരാണ്? അവൻ ഉന്നതനായ ദൈവമാണ്, അല്ലേ? സാധാരണ നമ്മുടെ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഉന്നതനായ ദൈവം. അതുപോലെ തന്നെയാണ് നമ്മൾ വചനം പഠിക്കുമ്പോൾ ഉന്നതന്മാർക്ക് മീതെ അത്യുന്നതനായ ദൈവമുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. വെറും ഉന്നതം എന്നുള്ളതല്ല, അത്യുന്നതനായ ദൈവമാണ് എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാറ്റിനും മീതെ ഉള്ളവൻ. എങ്കിൽ അവനെ തടയിടുവാനോ അവനെ തോൽപ്പിക്കുവാനോ ഒരു ശക്തിയും കഴിയില്ല, ഒരു വ്യക്തിയും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നതായ ഓരോ വിഷയങ്ങളുടെ മേലും ഓരോ പ്രതിസന്ധികളുടെ മേലുമൊക്കെ ദൈവത്താൽ നമുക്കൊരു ജയമുണ്ട്, ഒരു വിടുതൽ നിന്നും നമുക്ക് പഠിപ്പിക്കാനത് കാരണമാക്കിയിരിക്കുകയാണ്. ഓക്കെ, അടുത്തത് ഏൽ ഷദ്ദായി എന്നൊരു പദമാണ്. ആ പദത്തിൻ്റെ അർത്ഥം സർവശക്തനെന്നും തൃപ്തിപ്പെടുത്തുന്നവനെന്നുമാണ്. ഏൽ ഷദ്ദായി സർവശക്തി എന്നൊരു അർത്ഥമുണ്ട്, തൃപ്തിപ്പെടുത്തുന്നവനെന്നൊരു അർത്ഥമുണ്ട്. അവൻ്റെ സർവശക്തി നമുക്കറിയാം. കർത്താവ് ചോദിച്ചില്ല, ഞാൻ സകല ചരത്തിൻ്റെയും ഉടയവനല്ലോ, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയല്ലോ ചോദിക്കുന്നുണ്ട്. അല്ലാതെ അടുത്ത സെൻറ്റൻസിങ്ങനെ പറഞ്ഞത്, എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? സർവശക്തനായ ദൈവം, അങ്ങനെ കഴിയാത്ത ഒരു കാര്യമില്ല. അങ്ങനെയെങ്കിൽ ഈ നേടുന്ന എല്ലാ വിഷയത്തിനുമേലും വിടുതൽ നൽകുവാനായിട്ട്, ആശ്വാസം നൽകുവാനായിട്ട്, രോഗത്തിന്മേൽ രോഗസൗഖ്യം നൽകുവാനായിട്ട്, സങ്കടത്തിന്മേൽ നമുക്ക് ആശ്വാസം നൽകുവാനായിട്ട് കർത്താവിന് കഴിയും എന്നുള്ളതാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. അതുപോലെ തന്നെ എന്താണ്? തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. ഞാൻ വാക്യങ്ങൾ ശ്രദ്ധ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്.
എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്ത് വേണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർന്നു നൽകും. ഇതിൽ പ്രവർത്തി അങ്ങനെ പൂർണ്ണമായി നമ്മൾ എബ്രായലേഖനം പഠിക്കുമ്പോഴേ പൂർണ്ണമായി രക്ഷിക്കുന്നു കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ പറയാ നമ്മളെ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായി തീർത്തു നൽകും. അപ്പോൾ ദൈവത്തിൻ്റെ ആ വലിയ പ്രവർത്തിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ ദൈവത്തെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? എൻ്റെ ദൈവം എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് പൂർണ്ണമായി തീർത്തു തരുന്നവനാണ്. നമ്മൾ സങ്കീർത്തനം പഠിക്കുമ്പോൾ കാണുന്നുണ്ട്, യഹോവയുടെ വർഷങ്ങൾക്ക് തൃപ്തി വരുന്നു. അവർ നട്ടിട്ടുള്ള ലെബനോനിലെ ദേവദാരുക്കളിൽ തന്നെ. ജനത്തിന് തൃപ്തി നൽകുന്ന ദൈവമാണ്. മേത്രമായ ഗോതമ്പ് കൊണ്ട് തൃപ്തി വരുത്തുന്നതെന്ന് നമ്മൾ ഇതിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ തൃപ്തിയില്ലാത്ത മനുഷ്യനാണെന്ന് സമൂഹത്തിലുള്ളത് മുഴുവനും, അല്ലേ? ഇപ്പം നമ്മൾ കുടുംബത്തിലുള്ളവരെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നോക്കി, ഭാര്യ ഭർത്താവ് എങ്ങനെയുണ്ട്, അത്രയ്ക്ക് അങ്ങനെ പോരാ. ഭർത്താവിലേക്ക് ഭാര്യ എങ്ങനെയുണ്ട്, അത്രയ്ക്ക് അങ്ങനെ പോരാ. മക്കളുടെ പേരൻസ് എങ്ങനെയുണ്ട്, ഞങ്ങളുടെ ഉദ്ദേശിച്ച ലെവലിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. മക്കളെക്കുറിച്ച് പേരൻസിനോട് നോക്കി, ഇങ്ങനെ മക്കളെങ്ങനെയുണ്ട്, പോരാ, ആ ഒരു ഞങ്ങൾ ആഗ്രഹിച്ച ഒരു ലെവലിലേക്ക് അവർ എത്തിയിട്ടില്ല. ഇനി സഹോദരങ്ങൾ തമ്മിൽ ചോദിച്ചെങ്കിൽ അവരും പറയും ഞങ്ങൾക്കൊരു ഉദ്ദേശ ലെവലിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഇനി അധികാരിയും തൊഴിലാളിയും അല്ലെങ്കിൽ തൊഴിലാളിയും തൊഴിലുടമയും ചെന്ന് ചോദിക്കുക, എൻ്റെ തൊഴിലാളികൾ അത്ര പോരാ, നിങ്ങളുടെ മുതലാളി എങ്ങനെയുണ്ട്, മുതലാളി അത്ര പോരാ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തി ഇല്ലാത്ത തലങ്ങളോട് സഞ്ചരിക്കുന്നവരാണ്. അവർ അസ്വസ്ഥരാണ്. അപ്പോൾ അങ്ങനെ തൃപ്തിയില്ലാത്ത തലങ്ങളിൽ സഞ്ചരിക്കുന്ന മനുഷ്യന് തൃപ്തി ലഭിക്കുന്ന ഒരേ ഒരു ഇടം കർത്താവിൻ്റെ സന്നിധിയാണ്. ബാക്കിയുള്ളതൊക്കെ പൊയ്മുഖങ്ങളാണ്, അല്ലേ? ലഹരിയിൽ ആശ്രയിക്കുന്ന മനുഷ്യനുണ്ട്. പക്ഷെ ലഹരിയിൽ ആശ്രയിച്ചതിൻ്റെ പേരിൽ അവൻ തൃപ്തനാകുന്നുണ്ടോ? ഇല്ല. ആ ലഹരിയുടെ ആ മയക്കാവസ്ഥ വിട്ട് കഴിയുമ്പോൾ അവൻ വീണ്ടും അസ്വസ്ഥനാവുകയാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ ദൈവം ആരാണ്? തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം നിലകളിലാണ് നിങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെടുന്നത്, സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ടിരിക്കുന്നത്, തൃപ്തിയില്ലായ്മ ജീവിതത്തിൽ സംഭവിച്ച ഏത് വിഷയമാണെങ്കിലും ആ വിഷയത്തിലുള്ള ബന്ധത്തിൽ ഇതിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് നിന്നെ സഹായിപ്പാൻ, വിടുവിപ്പാൻ, രക്ഷിപ്പാൻ വിശ്വസ്തനാണ്. അവൻ നിന്നെ നിശ്ചയമായിട്ട് അനുഗ്രഹിപ്പാൻ ഇടയായിത്തീരുവാൻ തൃപ്തി നൽകുന്ന ദൈവമാണ്. യഹോവയുടെ വർഷങ്ങൾക്ക് തൃപ്തി വരുന്നു. അവൻ നട്ടിട്ടുള്ള ലെബനോനിലെ ദേവദാരുക്കൾ. അപ്പോൾ യഹോവയുടെ വർഷങ്ങൾക്ക് ദൈവത്തിൻ്റെ നടുതലിയായവർക്കാണ് ആ തൃപ്തി പ്രാപിക്കാൻ കഴിയുന്നതെങ്കിൽ നിങ്ങളെയും ആ നിലകളിൽ ദൈവങ്ങളിൽ കൽപ്പിച്ചു കൊടുക്കാനായി കർത്താവ് സഹായിക്കുമാറാകട്ടെ. യഹോവ എന്നത് ഇസ്രായേൽ നിങ്ങളുടെ ദൈവത്തെ വ്യക്തിപരമായി വെളിപ്പെടുത്തുന്ന ഒരു നാമമാണ്. യഹോവ എന്നത് ഇസ്രായേലിയരാണ് ആ പദം, അല്ലെങ്കിൽ യൂദാജനതയാണ് ആ പദം കൂടുതലായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ അവരുടെ ദൈവം അഥവാ യഹോവയായ ദൈവം എങ്ങനെയൊക്കെ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ നന്നായിരിക്കും. 22-ാം അധ്യായം 14-ാം വാക്യം പഠിക്കുമ്പോൾ കാണുന്നത് യഹോവ യിരേ എന്നാണ്. എന്നാണ് അതിൻ്റെ അർത്ഥം, കരുതുന്ന ദൈവം. യഹോവ ആരാണ്? കരുതുന്ന ദൈവമാണ്. പത്രോസ് പറഞ്ഞില്ലേ, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ വെച്ചുകൊള്ളുവിൻ. അപ്പോൾ ദൈവം, യഹോവയായ ദൈവം ആരാണ്? കരുതുന്ന ദൈവമാണ്. എനിക്ക് നിനക്കും വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി, നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കി നമുക്ക് വേണ്ടി കരുതുന്ന ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. ഒരു ശുശ്രൂഷൻ എന്ന നിലയിൽ, ഒരു സുവിശേഷൻ എന്ന നിലയിൽ ജീവിതത്തിൻ്റെ അനേക സന്ദർഭങ്ങളിൽ ദൈവിക കരുതൽ അനുഭവിപ്പാൻ പകൽ വെച്ചൊരു വ്യക്തിയാണ് ഞങ്ങൾ. എങ്ങനെ മുന്നോട്ട് പോകും
എങ്ങനെ നാളെ ഫേസ് ചെയ്ത് ചിന്തിച്ച ഒരുപാട് സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ കടത്തോണയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആരും വിശ്വാസമില്ലാത്തതിൻ്റെ പേരിലൊക്കെ ഞങ്ങൾ ഒരുപാട് നിന്ദിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്ത അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് വന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ സന്ദർഭങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കരുതൽ അനുഭവിപ്പാൻ ഒരുപാട് 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 അവസരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാറോട് കൈ ചേർത്ത് വെച്ച് പറയാൻ കഴിയും, ഈ ദൈവം കരുതുന്ന ദൈവമാണ്. ഒരുപാട് അനുഭവങ്ങളിലൂടെ അവൻ്റെ കരുതൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വാക്യം വീണ്ടും വീണ്ടും ഉറപ്പ് വരുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ വെച്ചുകൊള്ളുവീൻ. അവനെ കരുതുന്ന ഒരു കാര്യവുമില്ല. നിന്നെ അലട്ടുന്ന വിഷയം ഏതുമാകട്ടെ, നിന്റെ ഭാരങ്ങൾ ഏതുമാകട്ടെ, നിന്റെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഏതുമാകട്ടെ, നേരിടുന്ന വെല്ലുവിളികൾ ഏതുമാകട്ടെ, വിവരങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായി ദൈവാവശ്യത്തിനെല്ലാം ഒരു പരിഹാരം നൽകുവാനിടയായിത്തീരുന്നതാണ്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ഒരു നാളും സമ്മതിക്കുകയില്ല. കർത്താവിൻ്റെ ആ സ്നേഹകരമായ കരുതലിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന നമ്മൾ യഹോവ ഇരയാണ്, യഹോവ കരുതുന്ന ദൈവമാണ്. അടുത്തത് യഹോവ നിസി. എന്താണ്? ദൈവം എൻ്റെ കൊടി ആണെന്നാണ് പറയുന്നത്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 15-ാം വാക്യം പഠിക്കുമ്പോൾ യഹോവ നിസി എന്ന് കാണാൻ കഴിയുന്ന യഹോവൻ്റെ കൊടിയാണ്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഫ്ലാഗ് നമുക്കറിയാം, നമ്മുടെ ദേശീയ പതാക. അതിൻ്റെ ചൂട് നിൽക്കാൻ വലിയ അഭിമാനമാണ് നമുക്ക്, അല്ലേ? ആ പതാകയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളൊരു ഇന്ത്യക്കാരെന്ന നിലയിൽ നമുക്ക് വളരെ അഭിമാനമുണ്ട്. നമ്മുടെ ദൈവം പറയുക, ദൈവം നമ്മുടെ കൊടിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജയം നൽകുവാൻ കഴിയുന്ന സന്തോഷവും സമാധാനം നൽകാൻ കഴിയുന്ന ദൈവത്തെ നമ്മൾ സേവിക്കുന്നത് അവൻ നമ്മുടെ കൊടിയാണ്. അടുത്തത് യഹോവ എലോഹെക്ക, യഹോവ നിൻ്റെ ദൈവം. പുറപ്പാട് 20-2, 5, 7 വാക്യങ്ങൾ കാണുന്നതാണ്. യഹോവ എലോഹെക്ക, യഹോവ നിൻ്റെ ദൈവം. 1000 കൂട്ടം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. 1000 കൂട്ടം പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞത് അറിയാവോ? എനിക്കൊരു ദൈവം ഉണ്ടെന്നാണ്. നമ്മൾ പലപ്പോഴും ദൈവത്തോട് വരുന്ന പറഞ്ഞറിയാവോ, എനിക്ക് 1000 കൂട്ടം പ്രശ്നമുണ്ടെന്ന് പറയാറില്ലേ? നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ പറയാറ്, വേദനകൾ, സങ്കടങ്ങൾ, നിരാശകൾ, നെടുവീർപ്പുകളൊക്കെ ദൈവത്തിൽ പറയാറുണ്ട്. തിരിച്ചു പറഞ്ഞു നോക്കി, ഈ പ്രശ്നങ്ങളെല്ലാം കൂടി നമ്മളിങ്ങനെ പല്ലിളിച്ച് കാണിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ നിന്ന് ആർത്തട്ടകസികൾ പറയണം, 1000 കൂട്ടം പ്രശ്നങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു ദൈവമുണ്ട്, രക്ഷിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, വിടുവിക്കുന്ന, സഹായിക്കുന്ന ഒരു ദൈവമെന്ന് പറയാൻ കർത്താവ് സഹായം. നമുക്കറിയാം, നമുക്ക് നല്ല സുഹൃത്തുക്കൾ കഴിയുമ്പോൾ പറയില്ലേ, എനിക്കെന്ത് വിഷയമുണ്ടെങ്കിലും എന്നെ സഹായിക്കുന്ന സുഹൃത്തുക്കളെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമാണ്, അല്ലേ? എന്തോ എനിക്കങ്ങനെ അധികം സുഹൃത്തുക്കളില്ല. പരിചയക്കാർ ഒരുപാട് പേരുണ്ട്, അവർ കണ്ടാൽ മിണ്ടുകയും ഒക്കെ ചെയ്യും. പക്ഷേ അങ്ങനെ പേരെടുത്ത് പറയാവുന്ന ഊണിൽ വർക്കത്തിലൊക്കെ ഒപ്പം നിൽക്കുന്ന സുഹൃത്ത്, അങ്ങനെ സുഹൃത്തുക്കൾ എനിക്കില്ല. അതുള്ളവരൊന്നും തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. സുഹൃത്ത് ബന്ധങ്ങൾ എപ്പോഴും നല്ലതാണ്. പക്ഷെ ഇവിടെ ദൈവമാരാണ് നമ്മുടെ കൂടെ ഉള്ളവനാണ്. മനുഷ്യൻ നമ്മെ സഹായിപ്പാൻ കഴിയാതെ വന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ടാവും. മനുഷ്യനെ സഹായിപ്പാൻ മനസ്സുണ്ടെങ്കിൽ പോലും സഹായിക്കാൻ കഴിയാത്ത. ഇപ്പം നമുക്കറിയൊക്കെ ഈ പ്രളയ സമയത്തൊക്കെ ചില ജീവജാലങ്ങളോ മനുഷ്യരൊക്കെ വെള്ളത്തിന് കുത്തൊഴുക്കപ്പെട്ട് പോകുമ്പോൾ കരയ്ക്ക് നിന്ന് കാണുവാൻ കഴിയുമെന്നല്ലാതെ അമുങ്ങിത്താഴ്ന്ന മനുഷ്യനെ, ഒഴുകി പോകുന്ന മനുഷ്യനെയോ അല്ലെങ്കിൽ ജീവജാലത്തെയോ രക്ഷിക്കാൻ കഴിയുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്.
പ്രകൃതിക്ഷോഭത്തിൽ ചിലർ പറയാറില്ലേ, എൻ്റെ കൺമുമ്പിൽ വെച്ചാണ് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഇന്നയാൾ ഒഴുകിപ്പോയത്, രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എപ്പോഴും അവൻ സഹായിപ്പാൻ ശക്തനാണ്, വിടുവിപ്പാൻ ശക്തനാണ്. യഹോവ ഇലഹേക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? യഹോവൻ്റെ ദൈവം എന്നാണ് അർത്ഥം. പുറപ്പാട് 20:5-7 വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. അടുത്തത് യഹോവ മക്കഡേഷ്ഖയും എന്താണ്? യഹോവ ശുദ്ധീകരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. പുറപ്പാട് 31:12 യഹോവ ശുദ്ധീകരിക്കുന്നു. നാം ദൈവനം പഠിക്കുമ്പോൾ ആദ്യ മനുഷ്യനെ അനുസരണക്കെട്ടാൽ എല്ലാ മനുഷ്യരും പാവികളായി തീർന്നു. ദൈവ തേജസ് നഷ്ടപ്പെട്ടു മനുഷ്യനിൽ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെട്ട മനുഷ്യനെ സ്വയമായിട്ട് ഒരു ശുദ്ധീകരണം എളുപ്പമല്ല. സ്വയമായ രക്ഷ സാധ്യമല്ല. അവൻ ദൈവതേജസ് നഷ്ടപ്പെട്ടപ്പോൾ പാപിയായി തീർന്നു. പാപത്തിനൊരു ശിക്ഷയുണ്ട്. ആ ശിക്ഷയിൽ നിന്ന് സ്വയമായിട്ട് രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. എന്നാൽ ആ മനുഷ്യൻ രക്ഷിപ്പാൻ കർത്താവായ യേശു ക്രൂശിൽ മരിപ്പാൻ ഇടയായിത്തീർന്നു. ഇപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, 2000 വർഷം മുമ്പ് മരിച്ച യേശുവിൻ്റെ മരണം കൊണ്ട് ഇപ്പോൾ എന്താ നേട്ടം? അതിനെ പറഞ്ഞ ഇങ്ങനെയാണ്, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആ ക്രൂശിൽ ചെറിയ രക്തം കൊണ്ട് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയാൻ കഴിയുന്നുള്ളതാണ്. ഈ കറകൾ കഴുകിക്കളത് ഒരുപാട് രാസവസ്തുക്കൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടും അല്ലേ? ഇപ്പോഴത്തെ പരസ്യങ്ങളൊക്കെ ഇല്ലേ? ചെളിക്കിടത്തിനെ കുതിർന്ന് വരുന്ന ആളുകൾ ഒരു പ്രത്യേക ലിക്വിഡ് ഒഴിച്ച് കഴിയുന്നു, അതുകൊണ്ട് വാഷിംഗ് മെഷീനിൽ തുണി കൊണ്ടുവരുന്നു, വൈറ്റ് ആയിട്ട് തുണി കിട്ടുന്നു. അങ്ങനെയൊക്കെയുള്ള പരസ്യങ്ങളും ചിലപ്പോൾ അത്തരത്തിലുള്ള കറവ് അനുഭവങ്ങളും ഉണ്ടായിരുന്നു വന്നേക്കാം. എന്നാൽ ഒറ്റ ചോദ്യം, മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപത്തിൻ്റെ കറയെ കഴുകിക്കളയുവാൻ ഏത് രാസവസ്തുവിനും കഴിയും? ഒരു രാസവസ്തു അത് പര്യാപ്തമല്ല. അപ്പോൾ അതിന് നിറഞ്ഞ മറുപടി എന്താ അറിയാമോ? യേശുവിൻ്റെ രക്തം സകല പാവം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മളെ ശാപ്രദം പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്, നിങ്ങളുടെ പാവങ്ങൾ രക്താംബരം പോലെ കടിഞ്ഞു പോയിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്നു കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ദൈവം ആരാണ്? ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. അപ്പോൾ എങ്ങനെ ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയുന്നത്? അങ്ങനെ ശുദ്ധീകരണം പ്രാപിക്കാൻ നമ്മളെന്താ ചെയ്യേണ്ടത്? യേശു രക്തം പാവം കഴുകി ശുദ്ധീകരിക്കുന്നതാണ്. നമ്മളെന്ത് ചെയ്താൽ മതി? ലംഘനങ്ങളെ മറയ്ക്കുന്നതിന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന കരുണ ലഭിക്കും. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അത് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാണ് തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പദം പഠിക്കുമ്പോൾ ആ പദം എന്താണ്? യഹോവ മക്കഡേഷ്കോം എന്ന് പഠിക്കുമ്പോൾ നമ്മളെന്താണ് മനസ്സിലാക്കുന്നത്? യഹോവ ശുദ്ധീകരിക്കുന്നവനാണെന്ന് മനസ്സിലാക്കുക. പാട് 31:12. അടുത്തത് യഹോവ ശാലേം, യഹോവ എൻ്റെ സമാധാനം. ന്യായന്മാരുടെ പുസ്തകം 6-24 വാക്യം. നമ്മുടെ മാർക്കറ്റിൽ കിട്ടാത്തതും ഏറ്റവും കൂടുതൽ മനുഷ്യൻ അന്വേഷിക്കുന്നതായ ഒരു കാര്യമാണ് സമാധാനം എന്നുള്ളത്. നമ്മളാൾക്കാർ കളിയാക്കി പറയാറുണ്ട്, ബിവറേജസിൻ്റെ ഫ്രണ്ടിലാണ് ഏറ്റവും വലിയ ക്യൂ എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ലോകത്തെ ഏതെങ്കിലും ഒരു ഷോപ്പിൻ്റെ മുന്നിൽ ഇവിടെ സമാധാനം വിൽക്കപ്പെടുമെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, പാമരനോ പണ്ഡിതനെന്നോ വ്യത്യാസമില്ലാതെ, കുചലനെന്നോ കുബേരനെന്നോ വ്യത്യാസമില്ലാതെ, അധമനെന്നോ ഉത്തമനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ആ ക്യൂവിൽ കാണും. എന്താണ്? മനുഷ്യന് സമാധാനമില്ലെന്നുള്ളതാണ്. ചിലൊക്കെ ചിന്തിച്ചത് വലിയ വീടുണ്ടായാൽ, ഒരുപാട് പണം ഉണ്ടായാൽ, നല്ല കാറുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാകുന്നില്ല. അങ്ങനെയൊക്കെ ഒരുപാട് സമ്പന്നതയുടെയും ആഡംബരത്തിൻ്റെയും മടിത്തട്ടി കിടന്ന് ഉല്ലസിച്ചവർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് സമാധാനമില്ലാത്തതിൻ്റെ പേരിൽ.
അപ്പോൾ പ്രിയപ്പെട്ടവരെ, സമ്പത്തോ ആഡംബരമോ ഒന്നുമല്ല സമാധാനത്തെ നിദാനമെന്ന് മനസ്സിലാക്കണം. ലോകത്തിലെ ഒരു വിരോധവാദിക്കും ശാശ്വതമായ സമാധാനം തരുവാൻ കഴിയുകയില്ല. കർത്താവ് പറഞ്ഞില്ലേ, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നു വെച്ച് പോകുന്നു, അത് ലോകം തരുന്ന പോലെ അല്ല. മറ്റൊരു ഭാഗത്ത് പൗലോസ് പറയുന്നുണ്ട്, സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം. അപ്പോൾ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണെന്നെങ്കിൽ ഇതിനോട് ഓർമ്മിക്കാനുള്ളത്, സമാധാനം നൽകുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുക. സന്തോഷം നൽകുന്ന, ആശ്വാസം നൽകുന്ന ദൈവമുണ്ട്. അമ്മ എൻ്റെ സമാധാനം നിന്ന് തന്നിച്ചു പോകുന്നു. വിളിക്കുക, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആയിരക്കണക്കിന് ആളുകളെ ആഹ്വാനം ഏറ്റെടുത്തു. അവരുടെ അടുത്ത് കടന്നു ചെന്നു. അവൻ അവരെല്ലാം ആശ്വസിപ്പിക്കുവാനിടയായിത്തീർന്നു. എൻ്റെ ജീവിതത്തിലും സമാധാനമില്ലെങ്കിൽ, സന്തോഷമില്ലെങ്കിൽ അവൻ്റെ അടുത്ത് കടന്നു വരിക. നിശ്ചയമായും ഒന്നിനെയും സമാധാനവും സന്തോഷവും ഇടയായിത്തീരും. ഹൃദയം നിറഞ്ഞവർക്ക് യഹോവ സമീപസ്ഥനാണ്, മനസ്സ് നിറഞ്ഞൊരു രക്ഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് അവനിൽ ആശ്രയിപ്പാനായി കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. അവനിൽ ആശ്രയിച്ച് കർത്താവായ യേശു സമാധാനമുള്ള സമാധാനവും സന്തോഷവും പ്രാപിപ്പാൻ നിങ്ങളിൽ സഹായിക്കുമാറാകട്ടെ. അടുത്തത് യഹോവ ഫബായോത്ത് എന്നാണ്. ഇതിൻ്റെ അർത്ഥം സൈന്യങ്ങളുടെ യഹോവ എന്നാണ്. ഇതാണ് യഹോവ ഫബായോത്ത്. അതിൻ്റെ അർത്ഥം എന്താണ്? സൈന്യങ്ങളുടെ യഹോവ. 1 ശമൂവേൽ 1-ാം അധ്യായം 3-ാം പദം കാണുന്നുണ്ട്. നമ്മുടെ ദൈവമാരാ? സൈന്യങ്ങളുടെ ദൈവമാണ്. എന്താ സൈന്യങ്ങളുടെ ദൈവം എന്ന് പറയുമ്പോൾ അത് നമുക്ക് യുദ്ധം ചെയ്ത ദൈവമാണ്. യോശാഫാത്തും കൂട്ടരും ആയിരിക്കുന്ന സ്ഥലത്തേക്ക് യെബൂസ്യരും മെയ്യുനീരും ഒക്കെ കൂടിയിട്ട് യുദ്ധം ചെയ്യാൻ കടന്നു വന്നിട്ടുണ്ട്. യുദ്ധം ചെയ്യാൻ കടന്നു വന്നപ്പോൾ ഈ വലിയ സമൂഹം കണ്ട് പേടിച്ച് നിലവിളിക്കുന്ന യോശാഫത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോശാഫത്ത് പറഞ്ഞെങ്ങനെയാണ്, കർത്താവേ, ഇവരോട് എന്ത് ഇടുന്നത് എനിക്ക് അറിയുന്നില്ല, ഇവരോട് എതിർക്കാനുള്ള ശക്തി എനിക്കില്ല, എന്ത് ഇടുന്നു എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. എന്നിട്ട് അവർ ഉപവസിക്കാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു രാജാവിനെ സംബന്ധിച്ചോളം ശത്രു രാജ്യങ്ങൾ യുദ്ധത്തിന് വരുമ്പോൾ പട്ടാളക്കാരെ പുതുതായിട്ട് നിയമിക്കുകയോ പുതിയ ആയുധങ്ങൾ ശേഖരിക്കുകയോ ഉള്ള ആയുധങ്ങളെ കേടുപാടുകൾ തീർത്ത് സജ്ജമാക്കി വയ്ക്കുകയോ ചെയ്ത് യുദ്ധത്തിന് ഇറങ്ങേണ്ടതിന് പകരമായിട്ട് ഈ രാജാവ് ഇതാ ഉപവസിക്കാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാജ്യത്തിലെ പ്രജകളും അതുപോലെ ചെയ്യാൻ തുടങ്ങി. ആ പ്രാർത്ഥനയുടെ ഇടയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പ്രവാചകനോട് സംസാരിപ്പടിയായിരുന്നു, നിങ്ങൾ ഈ പടയിൽ പൊരുതേണ്ട ആവശ്യമില്ല, ദൈവം നിങ്ങൾ യുദ്ധം ജീവനിടയായിത്തീരും. സൈന്യങ്ങളുടെ യഹോവ ഇറങ്ങി യുദ്ധം ചെയ്തു. ജയം അവർക്ക് കിട്ടി. ഇപ്പോൾ സ്വസ്ഥതയുണ്ടായതെന്ന് കാണും വചനത്തിൽ വായിക്കുന്നത്. നിലവിളിച്ച് സങ്കടപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെട്ടിരുന്നതായ യഹോശാഫാത്തിന്റെ ജീവിതത്തിൽ പിന്നീട് സ്വസ്ഥ അനുഭവിച്ചു. കാരണം യുദ്ധം ചെയ്തത് ആരാണ്? ദൈവമാണ്. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ടാകുമ്പോൾ, പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, പ്രതികൂലങ്ങളുണ്ടാകുമ്പോൾ, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ദൈവത്തിൽ ആശ്രയിക്കുക. അത് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഇടയായിത്തീരും. നാം പൊരുതേണ്ട ആവശ്യമില്ല, നാം പടവെട്ടേണ്ട ആവശ്യമില്ല. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് നമുക്ക് ആ ദൈവത്തിൽ ആശ്രയിക്കാം, ആ ദൈവത്തിൽ വിശ്വസിക്കാം. നിശ്ചയമായും അവനിലൂടെ സമാധാനവും സന്തോഷവും പ്രാപിപ്പാനിടയായിട്ട് നമ്മൾ യുദ്ധം ചെയ്ത ദൈവമാണ്. നമ്മൾ സെക്രട്ടറി പഠിക്കുമ്പോൾ അതിൻ്റെ 8ാമത്തെ എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ 9ാമത്തെ ഒരു വാക്യമുണ്ട്, ആരും പോക്കുവരുത്തി ചെയ്യാതിരിക്കണതിന് ഞാൻ എൻ്റെ ജനത്തിന് നടുവിൽ ആലയത്തിന് ചുറ്റും പട്ടാളമായിട്ട് ഇറങ്ങി വരും. ദൈവം തന്നെ സൈന്യത്തെ അയക്കുക മാത്രമല്ല, ജനത്തെ പരിപാലിക്കുവാൻ, ദൈവത്തെ രക്ഷിപ്പാനായിട്ട് ദൈവം തന്നെ പട്ടാളമായിട്ട് ഇറങ്ങി വരികയാണ്. ആരും പോക്കുവരുത്തി ചെയ്യാതിരിക്കണതിന് ഞാൻ എൻ്റെ ആലയത്തിന് ചുറ്റും ഒരു പട്ടാളമായിട്ട് ഇറങ്ങി വരും. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന വലിയ കരുതലുകൾ
വലിയ ഇടപെടലുകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതിന് നിശ്ചയമായിട്ട് നമുക്ക് പട്ടാളമായിരിക്കുമെന്ന് നമുക്കിവിടെ യുദ്ധം ചെയ്യുവാനിടയായിത്തീരും. നിന്നെ അലട്ടുന്ന വിഷയം ഏതുമാകട്ടെ, നീ ഭീതിപ്പെടുത്തുന്ന വിഷയം ഏതുമാകട്ടെ, ഇത് സമാധാനം നഷ്ടപ്പെടുത്തിയ വിഷയം ഏതുമാകട്ടെ, കരുതുന്ന ദൈവമുണ്ട്, കരുതുന്നൊരു ദൈവമുണ്ട്, രക്ഷിക്കുന്നൊരു ദൈവമുണ്ട്, സമാധാനം തരുന്ന ദൈവമുണ്ട്, നമുക്കിവിടെ യുദ്ധം ചെയ്യുന്ന ദൈവമുണ്ട്. യുദ്ധം എൻ്റേതെന്നാണ് ദൈവം പറഞ്ഞത്. അവൻ്റെ സൈന്യത്തിൻ്റെ ബലം, അവൻ്റെ ഒരു ദൂതൻ ഒരു രാത്രിയിൽ അശൂർ പാളയത്തിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് 1,85,000 പേരിലധികം പേരെ കൊന്നൊടുക്കിയെന്നുള്ളതാണ്. അങ്ങനെ കൊടാനുകൂടി ദൂതന്മാരുള്ള ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. അവൻ്റെ ശക്തിയെ നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുകയില്ല. അവൻ്റെ പ്രവർത്തനങ്ങളുടെ വ്യാപ്തിയെ നമുക്ക് വിവരിച്ച് മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നിൻ്റെയും എൻ്റെയും ഏതൊരാവശ്യത്തിനും ഏതൊരു പ്രശ്നത്തിനും മതിയായവനാണ് നമ്മുടെ ദൈവം. അത് നമുക്കൊരു കരുതുന്ന ദൈവമാണ്. യഹോവയിലെ നമുക്കും പറയാം. യഹോവ ശാലേം നമുക്ക് പറയാം, അത് നമ്മുടെ സമാധാനമാണ്. യഹോവ ഫെബായോത്താണ്, അവൻ സൈന്യങ്ങളുടെ ദൈവമാണ്. നമ്മുടെ യുദ്ധം ചെയ്യുന്ന, വിടുവിക്കുന്ന, രക്ഷിക്കുന്ന, ആശ്വസിക്കുന്ന ദൈവം നമുക്കുള്ളതിനാൽ അവനെല്ലാം ആശ്രയിക്കാം. നമുക്ക് ചേർന്ന് ഒരുമിച്ച് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ തന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് ചില പേരുകളെ പഠിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനോട് വിധനകൾ സംസാരിക്കുന്ന ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, ഈ ദൈവത്തെ യഥാർത്ഥമായ ജീവിതത്തിൽ അനുഭവങ്ങളുടെ മനസ്സിലാക്കുവാൻ ഇവർ സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുക. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാനുള്ള കൃപ ഈ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പ്രാർത്ഥിക്കുന്ന സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്ന ശുശ്രൂഷകൾ സഹായിക്കുന്ന എല്ലാവരും സ്ഥലം പരിമേൽപ്പിക്കുകയാണ്. പഠിക്കുന്നവരെയും പഠിപ്പിക്കുന്നവരെല്ലാം കിടന്ന് അനുഗ്രഹിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പഠനം ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഞങ്ങൾ നിന്നോടുള്ള ബന്ധവും അടുത്ത് വരുവാൻ സ്വയം സഹായിക്കണമേ. നിന്നിൽ ആശ്രയിപ്പാൻ കൂടുതൽ ആശ്രയിപ്പാൻ കൃപ നൽകുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നു. നീ സമാധാനമായി വെളിപ്പെട്ടമേ കർത്താവേ, നീ കരുതുന്ന ദൈവമായി വെളിപ്പെട്ടമേ കർത്താവേ, നീ ശുദ്ധീകരിച്ച ദൈവമായി വെളിപ്പെട്ടമേ കർത്താവേ. സൈന്യങ്ങളെ യഹോവയായി വെളിപ്പെടുകയും ജനത്തിൽ യുദ്ധം ചെയ്യുകയും അവർക്ക് സ്വസ്ഥ നൽകുകയും ചെയ്യുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. യോശാഫാദിൻ്റെ ജീവിതത്തിൽ ഭയപ്പെട്ട അനുഭവങ്ങളുണ്ടായിരുന്നു, നിരാശപ്പെട്ട അനുഭവങ്ങളുണ്ടായിരുന്നാൽ കർത്താവെ അവൻ എന്ത് ചെയ്യുന്ന അറിയാതിരിക്കുമ്പോൾ അവൻ ദിവസം ഉപവസിക്കുവാനും പ്രാർത്ഥന തുടങ്ങിയപ്പോൾ കർത്താവിന് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് സ്വസ്ഥത വരുത്തതുപോലെ ഈ ജീവിതത്തിൽ കഷ്ടം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന മക്കളെ സ്ഥലം പരിമേൽപ്പിക്കുകയാണ്. കർത്താവ് ഇവരെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്യുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. അതിലൂടെ അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. പ്രാർത്ഥനയോടെ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ സന്ദേശം ശ്രമിച്ചതിന് നന്ദി പറയുന്നു. ഇത് നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന് ഒരു താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ വിസ്താരം ചെറിയ നമ്മെ സൂക്ഷിച്ച് നമുക്ക് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും പ്രോത്സാഹനം നൽകിക്കൊണ്ട് നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.